എന്താ പറഞ്ഞത്? പിടിക്ക് പറഞ്ഞ അപ്പൊ ഗൈസ് കുറെ പേരെ ചോദിക്കണം അമ്മച്ചി വീഡിയോക്ക് വേണ്ടിയാണോ ഈ കെട്ടി വെച്ചിരിക്കുന്നത് കാലെന്ന്. പക്ഷെ ഗൈസ് അത് വീഡിയോക്ക് വേണ്ടിയല്ല, അമ്മച്ചിയുടെ കാല് ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് വലുതായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് അമ്മച്ചിയുടെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹീലുള്ള ചെരുപ്പാണ്. അപ്പം അതിട്ടിട്ട് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങിയതാണ്. അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഹീലാണല്ലോ, അപ്പം നൈസായിട്ടൊന്ന് ഇങ്ങനെ ചെരിഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ ഈ ഭാഗത്തായിട്ട് കാലും മടങ്ങി, ഈ ഭാഗത്തായിട്ട് ഒന്ന് ഫ്രാക്ചർ ആയി ചെറുതായി. ഞാൻ വിചാരിച്ചു ഞരമ്പ് അങ്ങനെ ഇതാവും, മറ്റേ പട്ടീസ് ചുറ്റിയാൽ മതിയാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ പൊട്ടൊന്നും അറിഞ്ഞില്ല. പക്ഷെ അത് നല്ല പൊട്ട. അന്നത്തെ വൈകുന്നേരം ഡോക്ടറെ കാണാൻ പോയില്ല. അന്നത്തെ ഒരു വൈകുന്നേരം കഴിച്ചു. പിറ്റേ ദിവസമല്ലേ പോയേ? പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് പുത്തൂര് മിഷനിലേക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അച്ചു ഞാൻ ഇങ്ങനെ ഏറ്റുകുത്തിയിരിക്കുന്ന കണ്ടപ്പോൾ അച്ചു പട്ടീസ് ചുറ്റി തന്നു. അപ്പോൾ ആ പട്ടീസ് ചുറ്റിയിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോൾ കാല് നിറച്ച് നീരായി. അപ്പോൾ പട്ടീസ് ഞാൻ അഴിച്ചു. ഞാനും എൻ്റെ മോളും കൂടി മിഷനിലേക്ക് പോയി. പുത്തൂര് മിഷനിലേക്ക് ചെന്നു. അവർ കണ്ട വഴിക്ക് തന്നെ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓർത്തോൻ്റെ ഡോക്ടർ ഇല്ല, അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ഓർത്തോ ഉള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജില്ലയിലേക്ക് കൊണ്ടുപോയി. ജില്ലയിൽ കൊണ്ടുചെന്ന് അവർ ഈ എക്സ്റേ കണ്ടപ്പോൾ അവർ പറഞ്ഞു പൊട്ടലുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് പ്ലാസ്റ്റർ ഇടേണ്ടി വരുന്നു. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടു. 6 ആഴ്ച കാല് അനക്കാണ്ട് ഒരിക്കലും കാല് കുത്താണ്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞൊണ്ടിയാണ് വന്നത്. അപ്പോൾ പക്ഷേ ഈ കാലിന് വേദനയായി. ഇവരെയൊക്കെ പിടിച്ച് ഞൊണ്ടി വരുമ്പോൾ ഈ കാല് വേദനയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കസാര നിരക്കി ഞൊണ്ടി ഒടുങ്ങി. അപ്പോഴും എനിക്ക് കസാരമ്മയ്ക്ക് നമ്മുടെ ഭാരം താങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അപ്പോഴും ഭയങ്കര വേദനയായി. അപ്പോൾ സിൻഡോ വന്നിട്ട് ഒരു വാക്കർ മേടിച്ചു. ഇതാവുമ്പോൾ കുഴപ്പമില്ല, കാലുമ്മയ്ക്ക് അധികം ബലം വരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതുമ്മയാണ് ഇപ്പം എൻ്റെ നടത്തം. എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഇന്നലെ ഞാൻ 2 കൈയും വെച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ എടുത്തിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എല്ലാവരും ഓരോരുത്തർ ഫോൺ ചെയ്ത് ഇപ്പോൾ കാലത്തേറ്റ പിന്നെ എത്ര പേരാ ഫോൺ ചെയ്ത് ചോദിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 2 കൈയും കെട്ടിയതാണ്. മറ്റേ കാലുമത്തെ ശരിക്കുള്ള പ്ലാസ്റ്ററാണ് ഇട്ടേക്കണം. 6 ആഴ്ച കഴിഞ്ഞിട്ട് അത് വെട്ടാൻ പറ്റുള്ളൂ. എല്ലാവർക്കുള്ള മറുപടി ആയിട്ട് ഞാൻ വന്നതാണ്. ഇത് ശരിക്കുള്ള പ്ലാസ്റ്ററാണ്. ഇന്നലെ കെട്ടിയത് കോമഡി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പല ഇതുകളും ചെയ്യാറുണ്ട്. അപ്പോൾ അതാന്ന് വിചാരിച്ചിട്ട് കാലത്ത് തൊട്ട് ഓരോരുത്തർ വിളിച്ച് അവർക്കുള്ള മറുപടി കൊടുത്തു. ഏറ്റവും എൻ്റെ അമ്മായിയുടെ മോള് വിളിച്ചു, എൻ്റെ കൂട്ടുകാരി വിളിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി വിളിച്ചു. പിന്നെ നീ അറിഞ്ഞില്ലേ? 2 ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷീല വിളിച്ചു. എല്ലാവരോടും ഞാൻ പറഞ്ഞു അത് വീഡിയോ എടുക്കാനടി, അല്ലാണ്ട് ഞാൻ പിന്നെ വീണിട്ടൊന്നുമില്ല. ആ ഒരു കാല് തെന്നൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വീണാ പോലും ഇതുപോലെ പൊട്ടാവോ? എനിക്കറിയില്ല. വെറുതെ ഒന്ന് ഒരു ചവിട്ടും കൂടെ ഇറങ്ങിയ വഴിക്ക് കാലൊന്ന് തെന്നിയതാ. വയസ്സായ കാരണം കൊണ്ടായിരിക്കാം പൊട്ടൽ വന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആയോടുകൂടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ വയ്യാണ്ടായി. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പണിയെടുത്ത് നടക്കുമ്പോഴത്തെ ആരോഗ്യം നമ്മൾ ഇരിക്കുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായി. ഏറ്റവും നല്ലത് നമ്മളുടെ വീട്ടിൽ എടുക്കണ ഓരോ പണികൾ എടുത്ത് നടക്കണതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ അത് മനസ്സിലായി. ഇവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ ചെടികളൊക്കെ നനയ്ക്കുക. ഇപ്പം അവരൊക്കെയാണ് ചെയ്യണത്. പയറുണ്ട്, പിന്നെ കോളിഫ്ലവർ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇതൊന്ന് കാണാൻ നേരം വെളുക്കുമ്പോൾ പല്ലേക്കാൻ വരുമ്പോൾ ഞാൻ എല്ലാം നോക്കി നടക്കണതാണ്. അപ്പം എനിക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റണില്ല. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാണാമെന്നല്ലാതെ കണ്ട് എൻ്റെ കർത്താവേ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതൊന്നും വരാണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ 2 കാലുമ്പോൾ നടക്കണതാണ് ഏറ്റവും സുഖമുള്ളൊരു കാലഘട്ടം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഇരിപ്പായോടുകൂടി
ഇയർ ബാലൻസ് പോയി, ഭയങ്കര തലകറക്കായി. അതിന് ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ ചെന്നപ്പോൾ ഈ തല കറങ്ങുമ്പോൾ അപ്പം തന്നെ ഛർദ്ദിക്കാൻ വരിക. എന്നിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇയർ ബാലൻസ് പോണതാണ്. അപ്പോൾ അതിന് വേണ്ടി ഡോക്ടർ നാവിൻ്റെ അടിയിലൊരു ഗുളിക ഇടാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന വഴിക്ക് എളിയിലൊരു ഇഞ്ചക്ഷൻ തന്നു, പിന്നെ കഴിക്കാനുള്ള ഗുളിക തന്നു. എന്നിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂർ കിടത്തി കഴിഞ്ഞപ്പോഴാണ് ഒരു ലേശം തലകറക്കം മാറിയത്. അപ്പം അങ്ങനെ ഇല്ലാത്ത ഓരോ രോഗങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ ചുരുക്കി പറഞ്ഞാണെങ്കിൽ നമ്മൾ വീട്ടിലിരിപ്പായിണെങ്കിൽ നമ്മളെ രോഗം പിടികൂടും. അതാണ്. അമ്മച്ചി ഭയങ്കര സാഡായിട്ടാണ് നിൽക്കുന്നത്. അമ്മച്ചി എപ്പോഴും നടക്കുന്ന ആളാണ്, പക്ഷേ ഇങ്ങനെ ഇരിപ്പായപ്പോൾ അമ്മച്ചിക്ക് വിഷമമായി. അമ്മച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് നടക്കണം അമ്മച്ചിക്ക്. ഇപ്പം അത് പറ്റാത്തതിൽ ഭയങ്കര വിഷമം. മുകളിലൊക്കെ കയറും, തുണി എടുക്കാൻ, പിന്നെ ഇവിടെ പുറത്തിറങ്ങും, ഇവിടെ ചെടികൾ നനയ്ക്കാം, പിന്നെ അടുക്കളയിലാവും എപ്പോഴും. ഏറ്റവും വലിയ ആശ്വാസം എനിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു വണ്ടി വീട്ടിലുള്ള കാരണം കൊണ്ട് എന്നെ പെട്ടെന്ന് കൊണ്ട് ഓടാനും എല്ലാത്തിനും എൻ്റെ മോൾക്ക് പറ്റും. പണ്ടെന്ന് പറഞ്ഞാണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ നോക്കി നിൽക്കണം, ഓട്ടോറിക്ഷ നോക്കി നിന്നിട്ട് വേണം ഒരു ഓട്ടോറിക്ഷ കിട്ടണമെങ്കിൽ. പിന്നെ ഇപ്പോൾ താമസിക്കുന്നിടത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഈ ഭാഗത്ത് അടുത്തൊന്നും ഇല്ല അല്ലേ. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് കാറ് ഓടിക്കും. അപ്പം ഞാൻ അമ്മയുടെ പറയും, കണ്ട കാർ ഓടിക്കണ കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മേനെ കളിയാക്കും. അങ്ങനെ മമ്മയ്ക്ക് വാശി കയറി ത്വര വന്നിട്ടാണ് മമ്മ കാർ ഓടിക്കാൻ പഠിച്ചത്. അപ്പം പെട്ടെന്ന് തന്നെ കാർ എടുക്കുകയും ചെയ്തു. മമ്മ നന്നായിട്ട് ഓടിക്കൂട്ടാ. എനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് മമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ. അങ്ങനെ പേടിയൊന്നും വരില്ല, നന്നായി ഓടിപ്പിക്കുക. എന്നാലും മമ്മ അങ്ങനെ കൂടെ ഉള്ളവരങ്ങനെ ഒരു മാതിരി പേടിപ്പെടുത്തുന്ന രീതിയിൽ അങ്ങ് ഓടിക്കില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ പോവാനും പെട്ടെന്നൊരു വയ്യായ വന്നാണെങ്കിൽ കൊണ്ടുപോകാനും ഒക്കത്തിനും നല്ല ഇതാണ്. പിന്നെ അന്ന് കൊണ്ടുപോയത് എല്ലാവരും കൂടി എടുത്തിട്ടാണ് വണ്ടിയിൽ കയറ്റിയത്. പിന്നെ ചോറുണ്ടായിരിക്കുമ്പോൾ കൈ കഴുകാനുള്ള വെള്ളം അടക്കം അല്ലാണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ എല്ലാ അകത്തേക്കും ചെല്ലാൻ പറ്റില്ല. കാലധികം അനക്കി കഴിഞ്ഞാണെങ്കിൽ എല്ല് പൊട്ടിയേക്കാണ്. അപ്പം അത് കൂടി യോജിക്കണമെങ്കിൽ അവർ പറഞ്ഞേക്കണേ ഒരിക്കലും കാല് കുത്തരുതെന്നാണ് പറഞ്ഞേക്കണത്. അത് ഇനി 6 ആഴ്ച, ഇപ്പോൾ 3-ാമത്തെ ആഴ്ച ആവണമല്ലോ. വഴിക്ക് ഇങ്ങനെ ഓരോ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കാം, അപ്പം ഞാൻ എൻ്റെ മോളോട് പറയാം, അപ്പച്ചൻ ഈ പ്രാവശ്യം കൊല്ലെത്തുമ്പോഴേക്കും എന്നെ കൊണ്ടുപോകാനാന്ന് തോന്നുന്നുണ്ട്. എനിക്കിങ്ങനെ ഓരോ രോഗങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഓർക്കുക, ദൈവമേ അപ്പച്ചൻ ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാനാവാം എന്നെനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ഓർക്കാറുണ്ട്, ഇവരെയൊക്കെ നോക്കി വളർത്തി ഇത്രയ്ക്കൊക്കെ എത്തിച്ച് അവരെയൊക്കെ കല്യാണമൊക്കെ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. അത് നടക്കണമെങ്കിൽ നടക്കട്ടെ. വേണ്ട കുട്ടികളുണ്ട്, പേരക്കുട്ടികള് കണ്ടോ. ഞാൻ കേട്ടാ അപ്പൊ അങ്ങനെ ഇതാണ് എൻ്റെ താഴെയുള്ള മരുമോള്. വെള്ളം കുടിച്ചില്ലേ അമ്മച്ചിയെ, പല്ല് തേച്ചില്ലേ അമ്മച്ചിയെ, അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും. വിചാരിച്ചത് ഇന്നലത്തെ അത് കണ്ടോടുകൂടി എല്ലാവരും വിചാരിച്ചു അമ്മച്ചി വീട് ആകെ തകിട് പൊടിയായി, കൈ ഇതിങ്ങനെയല്ലേ ഇരിക്കണേ, ആകൊടിഞ്ഞു വെച്ചോ. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അടിപൊളി വീഡിയോകളൊക്കെ ഇടാനായിട്ട്. കുഞ്ഞാമീരെ കാതുകുത്താൻ പോണെങ്കിൽ എൻ്റെ കാല് ശരിയായിട്ട് വേണം. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയതാ കാതുകുത്താൻ പോയിട്ട് അവിടെ ചെന്നപ്പോൾ ബുക്ക് ചെയ്യാണ്ട് അവർ കാതുകുത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പോന്നു. ഇനി 2ാമത് ചാവക്കാട്ടേക്കാണ് കാതുകുത്താൻ പോണത്, ചാവക്കാട്. അപ്പോൾ വേദന ഇല്ലാണ്ട് കുത്തുന്ന പറയണേ. ഇപ്പോൾ അവൾക്ക് 1.5 വയസ്സാവാനാ പോണേ. അപ്പോൾ ഇനി അവളത് സമ്മതിക്കില്ല. അപ്പം അത് കാരണം കൊണ്ട് കാത് കുത്താൻ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാല് ശരിയാവണം. ഇത്രയ്ക്കൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോവുമായി വരുന്നത് വരേക്കും ടാറ്റാ.